കോഴിക്കോട് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത് സ്വകാര്യ വാഹനത്തിൽ. കൈരളി കൺസ്ട്രക്ഷന്റെ വാഹനത്തിൽ നിന്നാണ് അഭിവാദ്യം സ്വീകരിച്ചത്. പോലീസിന്റെ പക്കൽ വാഹനം ഉണ്ടായിരുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം. ദിസ്ന സുരേഷിന്റെ വിവരങ്ങൾ നൽകാനായി. ദിസ്ന, മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കാനുള്ളത് പോലീസ് വാഹനത്തിൽ എന്ന ഒരു ചട്ടം വരെയുണ്ട്. അതുപോലും മറികടന്നാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത്. ഇതിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം എന്താണ്? രജനി, തീർച്ചയായും അത്തരത്തിലൊരു ചട്ടം നിലനിൽക്കെയാണ് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത്. ഒരു സ്വകാര്യ വാഹനത്തിൽ ആണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൈരളി കൺസ്ട്രക്ഷന്റെ വാഹനത്തിലാണ് മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത്. മവൂർ സ്വദേശി വിപിൻ ദാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം. ഇതിൽ വിശദീകരണവുമായി ഈ പ്രശ്നം വഷളാവുന്നതിന് മുൻപ് വിശദീകരണവുമായി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് AR ക്യാമ്പിലെ വാഹനം പോലീസിന്റെ പക്കൽ വാഹനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാഹനം പുറത്തുനിന്ന് എടുത്തത്. ഈ വാഹനം ഉപയോഗിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്നൊരു വിശദീകരണമാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നൽകുന്നത്. എന്തായാലും വലിയൊരു വിവാദത്തിലേക്കാണ് ഈ റിപ്പബ്ലിക് ദിന ചടങ്ങ് പോകുന്നത്. കാരണം പോലീസിന്റെ വാഹനം ഉപയോഗിച്ച് വേണം മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കേണ്ടത്. പക്ഷേ മുഹമ്മദ് റിയാസ് സ്വകാര്യ വാഹനത്തിലാണ് ഇന്ന് കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത്. ദിസ്ന, അപ്പോഴും പോലീസ് പറയുന്നത് കേട്ട് ഈ വാഹനത്തിൽ പരേഡിന് വീക്ഷിക്കുന്ന മന്ത്രിയെയാണ് പറയേണ്ടത്. മന്ത്രി ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നോ? തീർച്ചയായും രജനി, ഇത്തരത്തിൽ ഈ വാഹനത്തിൽ തന്നെയായിരുന്നു മുഹമ്മദ് റിയാസ് പരേഡിൽ പങ്കെടുത്തിരുന്നത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് AR ക്യാമ്പിൽ വാഹനം ഉണ്ടായിരുന്നില്ല, വാഹനം കേടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരു വാഹനം പുറമേ നിന്ന് എടുക്കേണ്ടി വന്നത് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രശ്നം വഷളാവുന്ന സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്നാൽ വാഹനം ഉടമ നേരത്തെ തന്നെ തന്നോട് ഈ വാഹനം ആവശ്യപ്പെട്ടിരുന്നു എന്നൊരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും വിഷയം വലിയൊരു വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുഹമ്മദ് റിയാസ് റിപ്പബ്ലിക് ദിനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ വാഹനത്തിലാണ്. രജനി, ശരി. റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത് സ്വകാര്യ വാഹനത്തിലാണ്. കൈരളി കൺസ്ട്രക്ഷന്റെ വാഹനത്തിൽ നിന്നാണ് അഭിവാദ്യം സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. അതേസമയം പോലീസിന്റെ പക്കൽ വാഹനം ഉണ്ടായിരുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുന്ന വിശദീകരണം. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.